ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കഥയിലൂടെയാണ് ഇംഗ്ലീഷ് പറയാൻ പഠിക്കുന്നത്. അപ്പം ഇന്നത്തെ കഥയുടെ പേര് കണ്ണാടി മുറി, ദ മിറർ റൂം. ഇപ്പം നമ്മളിവിടെ പോയിൻറ്റ് വൈസ് ആയിട്ടാണ് ഇംഗ്ലീഷ് സെൻറ്റൻസ് എഴുതുന്നത്. ആ ഓരോ പോയിൻറ്റ്സിൻ്റെയും ഓരോ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പം ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, രവി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പം ഇത് ചെയ്തു ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. നമ്മളിവിടെ ഒരു കഥ പറയാണ്. അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. രവി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. രവി ചെക്ക്ഡ്. രവി ചെക്ക്ഡ്. ഇത് ഡി ആണ്. രവി ചെക്ക്ഡ് ഇൻറ്റു എ ഹോട്ടൽ. രവി ചെക്ക്ഡ് ഇൻറ്റു എ ഹോട്ടൽ. രവി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. രവി ചെക്ക്ഡ് ഇൻറ്റു എ ഹോട്ടൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഒരു കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ ഇത് എഴുതി നമുക്ക് നോക്കാം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? രവിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം രവി ചെക്ക്ഡ് ഇൻ ടു ഹോട്ടൽ. രവി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മളിവിടെ നമ്മൾ എങ്ങനെ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയിട്ട് എഴുതിയത്? ഒരു കഴിഞ്ഞു പോയ കാര്യമായിട്ട് നമ്മൾ എങ്ങനെ എഴുതിയത്? ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ വെർബ് എന്താ? വെർബ് എന്ന് പറയുന്നത് ചെക്ക്ഡ് ആണ് വെർബ്. അപ്പം ഈ ചെക്ക്ഡിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ? ഇവിടെ നിങ്ങൾക്ക് കാണാം CHECKED എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പം ED എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ട് ഇത് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രസൻറ്റ് ഫോം എന്ന് പറഞ്ഞാൽ CHECK ആണ്. അപ്പോൾ നമ്മൾ ചെക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി ED ആഡ് ചെയ്തിട്ട് പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കാര്യം ഇതൊരു കഴിഞ്ഞു പോയൊരു കാര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. അപ്പം രവിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്, ചെക്ക്ഡ് ആണ് വെർബ്. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ വരുത്തിയ മാറ്റം എന്താ? നമ്മൾ ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൻ്റെ രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ എഴുതിയതെന്ന് ഇവിടെ എഴുതാം. നമ്മളിവിടെ പ്രസൻറ്റ് ഫോമായ ചെക്കിനെ നമ്മൾ കൺവേർട്ട് ചെയ്തു പാസ്റ്റ് ഫോമിലോട്ടാക്കി. ചെക്ക്ഡ് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? CHECKED നമ്മൾ ചെക്ക്ഡ് എന്നാക്കി പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ടാണ് ഇത് എഴുതിയത്. കാര്യം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ എഴുതി. വേറെ ഒരു ചേഞ്ചസ് ഇവിടെ വരുത്തിയിട്ടില്ല. അപ്പം എങ്ങനെ നമ്മൾ എഴുതുക? രവി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. രവി ചെക്ക്ഡ് ഇൻ ടു എ ഹോട്ടൽ. ചെക്ക്ഡ് ഇൻ ടു എ ഹോട്ടൽ. രവി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. രവി ചെക്ക്ഡ് ഇൻ ടു എ ഹോട്ടൽ. അപ്പോൾ ഞാൻ പറയുന്നതോടൊപ്പം നിങ്ങളും പറഞ്ഞ് നമുക്ക് ഒന്നിച്ച് പറയുമ്പോൾ നമുക്ക് ഒത്തിരി കൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. രവി ചെക്ക്ഡ് ഇൻ ടു എ ഹോട്ടൽ. രവി ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. രവി ചെക്ക്ഡ് ഇൻ ടു എ ഹോട്ടൽ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അവന് മുറി കിട്ടി. ഇത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അവന് മുറി കിട്ടി. അവൻ എന്ന് വെച്ചാൽ എന്താ? ഹി. മുറി എന്ന് പറഞ്ഞാൽ റൂം. കിട്ടുക, ഗെറ്റ്. കിട്ടി, ഇവിടെ കിട്ടി എന്നാണ്. നമ്മൾ കിട്ടുകയ്ക്ക് നമ്മൾ ഗെറ്റ് എന്ന് പറയും. ഇവിടെ കിട്ടി. അപ്പോൾ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് എഴുതണം. ഗെറ്റിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കി എഴുതണം. അപ്പം അവന് മുറി കിട്ടി. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഈ സെൻറ്റൻസേ ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോഴേ മനസ്സിലായി. ഓൾറെഡി അവന് മുറി കിട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവന് മുറി കിട്ടി. അപ്പം ഹി, അവൻ എന്ന് വെച്ചാൽ എന്താ? ഹി. അപ്പം കിട്ടുക എന്ന് വെച്ചാൽ ഗെറ്റ്. അപ്പം നമ്മൾ ഗെറ്റിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കി എഴുതാൻ പോവാണ്. ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഗോട്ടാണ് ഗെറ്റിൻ്റെ പാസ്റ്റ് ഫോം. അപ്പം ഹി ഗോട്ട് റൂം. അവന് മുറി കിട്ടി. ഹി ഗോട്ട് റൂം. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഹി. ഇവിടുത്തെ സബ്ജക്റ്റ് ഹി ആണ്. വെർബ് എന്ന് പറയുന്നതാണ് ഗോട്ടാണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ സെൻറ്റൻസ് നമ്മൾ വേറെ ഒരു ചേഞ്ചസ് വരുത്തിയിട്ടില്ല. ഒറ്റ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേഞ്ച് ഇവിടെ വരുത്തിയത്? നമ്മൾ ഇവിടെ എഴുതാം ഗെറ്റ്. പ്രസൻറ്റ് ഫോമായ ഗെറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഗോട്ടാക്കിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാതെ നമുക്കിവിടെ ഹി ഗെറ്റ് റൂം എന്ന് എഴുതാൻ പറ്റില്ല. കാര്യം ഇതൊരു കഴിഞ്ഞു പോയ കാര്യത്തിലാണ് ഈ മലയാളത്തിൽ പറയുന്നത്. അവന് മുറി കിട്ടി. അപ്പം നമ്മൾക്ക് ഗോട്ടേ എഴുതാൻ പറ്റുള്ളൂ. ഗെറ്റിനെ നമ്മളപ്പം പാസ്റ്റ് ഫോമിലാക്കി ഗോട്ടാക്കി. അപ്പം ഇതാണ് ഇവിടെ വന്നേക്കുന്ന ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. അവന് മുറി കിട്ടി. ഹി ഗോട്ട് റൂം.
അവന് മുറി കിട്ടി. ഹി ഗോട്ട് റൂം. അടുത്ത പോയിന്റ് പഠിക്കാം. റിസപ്ഷനിസ്റ്റ് അവന് മുന്നറിയിപ്പ് നൽകി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം നൽകി, അപ്പം കേൾക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം നോക്കാം. റിസപ്ഷനിസ്റ്റ് അവന് മുന്നറിയിപ്പ് നൽകി. അപ്പം എങ്ങനെ എഴുതാം? റിസപ്ഷനിസ്റ്റ്, RECE സ്പെല്ലിംഗ് നോക്കിക്കോ. RECEPTIONIST. റിസപ്ഷനിസ്റ്റ്, RECE ഇച്ചിരി ഒരു ടഫായിരിക്കും ചിലവർക്ക്, ഈ സ്പെല്ലിംഗ് ഇച്ചിരി ടഫായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. RECEPTIONIST, റിസപ്ഷനിസ്റ്റ്. അപ്പം എന്താ ചെയ്തത്? അവന് മുന്നറിയിപ്പ് നൽകി. അപ്പം നമുക്ക് എഴുതാം warned, WARNED, warned him. Receptionist warned him, warned him. WAR ആണ് ഇത്, WARNED. Receptionist warned him. അവന് മുന്നറിയിപ്പ് നൽകി, അവന് മുന്നറിയിപ്പ് നൽകി. റിസപ്ഷനിസ്റ്റ് അവന് മുന്നറിയിപ്പ് നൽകി. ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് പറയുന്നതാണ് റിസപ്ഷനിസ്റ്റ്. വെർബാണ് വാണ്ട്. വാണ്ടാണ് ഇവിടുത്തെ വെർബ്. അപ്പം ഇതെങ്ങനെ നമ്മൾ എഴുതിയത്? ഒരു പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് ഇവിടെ എന്ത് ചേഞ്ചസ് ആണ് നമ്മൾ വരുത്തിയത്? ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ നമ്മൾ വാണിനെ പ്രസൻറ്റ് ഫോം, ഒരു പ്രസൻറ്റ് ഫോമായ വാണിനെ നമ്മൾ കൺവേർട്ട് ചെയ്തൊരു പാസ്റ്റ് ഫോമിലോട്ടാക്കി. WARNED, വാണ്ട്, മുന്നറിയിപ്പ് നൽകി. വാണിനെ പാസ്റ്റ് ഫോം ആക്കി വാണ്ടാക്കിയിട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആയി, ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാണിനെ കൺവേർട്ട് ചെയ്ത് വാണ്ടാക്കിയത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? റിസപ്ഷനിസ്റ്റ് അവന് മുന്നറിയിപ്പ് നൽകി. റിസപ്ഷനിസ്റ്റ് വാണ്ട് ഹിം, റിസപ്ഷനിസ്റ്റ് വാണ്ട് ഹിം. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അവന് വിചിത്രമായി തോന്നി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാം? അവന് വിചിത്രമായി തോന്നി. തോന്നുക എന്ന് വെച്ചാൽ എന്താ? ഫീൽ. അപ്പോൾ ഇവിടെ തോന്നി എന്നാണ്. അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസിലാണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ് പറയണത്. അപ്പം എങ്ങനെ നമുക്ക് എഴുതാം? അവന്, അവൻ എന്ന് വെച്ചാൽ എന്താ? ഹി. ഇവിടെ അവൻ എന്നാണ്. അപ്പം അവൻ, ഹി. വിചിത്രമായി. വിചിത്രമായി എന്ന് വെച്ചാൽ സ്ട്രേഞ്ച്. തോന്നുക, തോന്നുക എന്ന് പറഞ്ഞാൽ എന്താ? ഫീൽ. അപ്പം തോന്നി, തോന്നി എന്നായതുകൊണ്ട് നമുക്ക് ഫീലിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതാം. അപ്പോൾ ഇവിടെ അവൻ, ഹി. വിചിത്രമായി എന്ന് വെച്ചാൽ സ്ട്രേഞ്ച്. തോന്നുക എന്ന് പറഞ്ഞാൽ ഫീൽ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവന് വിചിത്രമായി തോന്നി. ഹി. അപ്പം നമ്മൾ തോന്നി ഉള്ള, നമ്മൾ തോന്നുക ഫീൽ, ആ ഫീലിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കിയിട്ടാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഹി. ഫീലിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഫെൽറ്റ്. ഹി ഫെൽറ്റ് സ്ട്രേഞ്ച്. വിചിത്രമായി. ഹി ഫെൽറ്റ് സ്ട്രേഞ്ച്. അവന് വിചിത്രമായി തോന്നി. ഹി ഫെൽറ്റ് സ്ട്രേഞ്ച്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഇവിടുത്തെ സബ്ജക്റ്റാണ് ഹി. ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നതാണ് ഫെൽറ്റ്. ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് ഫെൽറ്റ്. അപ്പം നമ്മളിത് എങ്ങനെ എഴുതിയത്? അവന് വിചിത്രമായി തോന്നി. ഹി ഫെൽറ്റ് സ്ട്രേഞ്ച്. അപ്പം ഞാൻ പറയുന്നതോടൊപ്പം നിങ്ങളിങ്ങനെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യണത് കേട്ടോ. അപ്പം അവന് വിചിത്രമായി തോന്നി. ഹി ഫെൽറ്റ് സ്ട്രേഞ്ച്. ഹി ഫെൽറ്റ് സ്ട്രേഞ്ച്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ മുറിക്കുള്ളിലേക്ക് പോയി. അപ്പം നമുക്ക് ഈ സെൻറ്റൻസ് കേട്ടപ്പോഴേ മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അവൻ മുറിക്കുള്ളിലേക്ക് പോയി. അപ്പം പോകുക, ഇവിടെ പോയി എന്നാണ്. അപ്പോൾ ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൻ, ഹി. മുറിക്കുള്ളിലേക്ക്, അപ്പം ഇൻസൈഡ് ദ റൂം. അപ്പം ഉള്ളിലേക്ക് എന്ന് വെച്ചാൽ എന്താ? ഇൻസൈഡ് എന്നല്ലേ. അപ്പം ഇവിടെ ഉള്ളിൽ എന്ന് പറയുന്നത് മുറിക്കുള്ളിലേക്ക് എന്നാണ്. അപ്പം ഇൻസൈഡ് ദ റൂം. പോകുക, പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം അവൻ മുറിക്കുള്ളിലേക്ക് പോയി. അപ്പം ഇവിടെ പോയി എന്നാണ്. അപ്പം നമ്മൾ ഗോയുടെ പാസ്റ്റ് ഫോമാണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. ഗോയെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതാം. അപ്പം അവൻ മുറിക്കുള്ളിലേക്ക് പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഹീ. അപ്പം ഹീ പോകുക, പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം നമ്മൾ ഗോയുടെ പാസ്റ്റ് ഫോമാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഗോയ്ക്ക് 3 ഫോംസ് ഉണ്ട്. എന്തൊക്കെയാ? ഗോ, വെൻറ്റ്, ഗോൺ.
അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫോമാണ് എഴുതാൻ പോകുന്നത്. ഗോ വെൻറ്റ്. ഇവിടെ വെൻറ്റാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഗോയുണ്ട്, വെൻറ്റ് ഉണ്ട്, ഗോണുണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് ഫോം, ഗോയുടെ സെക്കൻഡ് ഫോം വെൻറ്റാണ് ഇവിടെ എഴുതിയത്. അവൻ മുറിയിലേക്ക് പോയി. ഹി വെൻറ്റ് ഉള്ളിലേക്ക്. അപ്പം ഉള്ളിൽ എന്ന് വെച്ചാൽ എന്താ? ഇൻസൈഡ്. ഹി വെൻറ്റ് ഇൻസൈഡ് ദ റൂം. അവൻ മുറിക്കുള്ളിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഹി വെൻറ്റ് ഇൻസൈഡ് ദ റൂം. അവൻ മുറിക്കുള്ളിലേക്ക് പോയി. ഹി വെൻറ്റ് ഇൻസൈഡ് ദ റൂം. ഹി വെൻറ്റ് ഇൻസൈഡ് ദ റൂം. അപ്പം നമ്മൾ ഇവിടെ എന്താ, ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് ഹി. ഹിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. പിന്നെ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് എന്താ? വെർബാണ് വെൻറ്റ്. വെൻറ്റാണ് വെർബ്. അപ്പം ഇവിടെ വന്ന് നമ്മൾ ഇവിടുത്തെ ചേഞ്ച് എന്താ വരുത്തി, നമ്മൾ എങ്ങനെയാണ് ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൽ എഴുതിയത് എന്ന് നോക്കാം. ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ എങ്ങനെ നമ്മൾ എഴുതി? ഞാൻ പറഞ്ഞു പോകുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം നമ്മൾ ഗോയെ കൺവേർട്ട് ചെയ്ത്, ഗോ എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് ഫോമാണ്. ഈ പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം ഞാനിവിടെ ഗോയുടെ ഞാൻ 3 ഫോംസ് എഴുതാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പോൾ ഇതാണ് ഗോയ്ക്ക് 3 ഫോംസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം ഞാനിവിടെ സെക്കൻഡ് ഫോമാണ് എഴുതിയത്. കണ്ടോ? വെൻറ്റ്. ഗോയുടെ പാസ്റ്റ് ഫോമായ സെക്കൻഡ് ഫോമാണ് ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത്. ഹി വെൻറ്റ് ഇൻസൈഡ് ദ റൂം. അപ്പം നമ്മളിവിടെ ഗോയെ, ഒരു പ്രസൻറ്റ് ഫോമായ ഗോയെ കൺവേർട്ട് ചെയ്ത് വെൻറ്റ് ആക്കിയിട്ടാണ് ഇവിടെ എഴുതിയത്. ഒരു സിമ്പിൾ പാസ്റ്റ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ട് ആക്കി. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയത്? അവൻ മുറിക്കുള്ളിലേക്ക് പോയി. ഹി വെൻറ്റ് ഇൻസൈഡ് ദ റൂം. ഹി വെൻറ്റ് ഇൻസൈഡ് ദ റൂം. അവൻ മുറിക്കുള്ളിലേക്ക് പോയി. ഹി വെൻറ്റ് ഇൻസൈഡ് ദ റൂം. ഹി വെൻറ്റ് ഇൻസൈഡ് ദ റൂം. നിങ്ങളും എന്നോടൊപ്പം തന്നെ പറയുക. ഞാൻ പറയുന്ന ടൈമിൽ നിങ്ങളും എന്നോടൊപ്പം പറയുക. അപ്പം നമുക്ക് നല്ലപോലെ കുറച്ചും കൂടെ പറയാനും കഴിയും, മനസ്സിലാക്കാനും കഴിയും. അപ്പം നമുക്ക് അടുത്ത പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൻ ചുരണ്ടുന്ന ശബ്ദം കേട്ടു. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. കേട്ടു. അപ്പം കഴിഞ്ഞു പോയ കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അവൻ, ഹി. അപ്പോൾ ചുരണ്ടുന്ന ശബ്ദം. ചുരുണ്ടുക എന്ന് വെച്ചാൽ എന്താ? നമ്മൾ ചില കാർഡൊക്കെ വാങ്ങിച്ചിട്ട് അതിൻ്റെ നമ്പരൊക്കെ നോക്കാൻ നമ്മൾ ചുരുണ്ടി നോക്കത്തില്ലേ? അപ്പം ആ ചുരുണ്ടുക എന്നുള്ളതിന് നമുക്ക് സ്ക്രാച്ച് എന്ന് പറയാം. ഇംഗ്ലീഷിൽ സ്ക്രാച്ച്. അപ്പം ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താ? സൗണ്ട്. കേൾക്കുക, ഹിയർ. കേൾക്കുക എന്ന് വെച്ചാൽ ഹിയർ. ഇവിടെ കേട്ടു എന്നാണ്. അപ്പം നമ്മൾ ഹിയറിനെ പാസ്റ്റ് ഫോമിലാക്കിയിട്ട് എഴുതണം. അപ്പം എങ്ങനെയാ? അവൻ ചുരുണ്ടുന്ന ശബ്ദം കേട്ടു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹി, അവൻ, ഹി. അപ്പം കേൾക്കുകയ്ക്ക് എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം? ഹിയർ. പക്ഷേ ഇവിടെ നമ്മൾ ഹിയറിനെ പാസ്റ്റ് ഫോം ആക്കും. അപ്പോൾ എങ്ങനെയാ? നമ്മൾ ഡി യൂസ് ചെയ്യും. ഡി ആഡ് ചെയ്യുമ്പോൾ പാസ്റ്റ് ഫോമായി. HEARD, ഹേർഡ്. ഹി ഹേർഡ്. അപ്പോൾ ഹിയർ ആണ് പ്രസൻറ്റ് ഫോം. അപ്പം ഹിയറിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി ഹേർഡാക്കി. ഹി ഹേർഡ്. എന്ത് ശബ്ദമാണ് കേട്ടത്? ചുരുണ്ടുന്ന ശബ്ദം. ചുരുണ്ടുക. അപ്പോൾ നമുക്ക് എഴുതാം, സ്ക്രാച്ചിങ് എഴുതാം. ഹി ഹേർഡ്. SCRA, സ്പെല്ലിംഗ് നോക്കിക്കോ. TCHING, സ്ക്രാച്ചിങ്. ഹി ഹേർഡ് സ്ക്രാച്ചിങ്. ചുരുണ്ടുന്ന, സ്ക്രാച്ചിങ്. അപ്പം സ്പെല്ലിംഗ് എന്താ? SCRATCHING. ചുരുണ്ടുന്ന സൗണ്ട്, ശബ്ദം, സൗണ്ട്. ഇവിടെ എഴുതാം. ഇവിടെ സ്ഥലമില്ല. ഇവിടെ എഴുതാം റബ്ബ് ചെയ്തിട്ട്. ശബ്ദം, സൗണ്ട്. ഹി ഹേർഡ് സ്ക്രാച്ചിങ് സൗണ്ട്. അവൻ ചുരുണ്ടുന്ന ശബ്ദം കേട്ടു. ഹി ഹേർഡ് സ്ക്രാച്ചിങ് സൗണ്ട്. ഹി ഹേർഡ് സ്ക്രാച്ചിങ് സൗണ്ട്. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ഹി. ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ഹേർഡാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിയർ എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം ഹേർഡാക്കി. അപ്പോൾ ഹേർഡാക്കിയിട്ടാണ് നമ്മളിവിടെ എഴുതിയത്. ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ അറിയാം കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൽ നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതുകയും ചെയ്യാം, ഇതുപോലെ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. അപ്പം അവൻ ചുരുണ്ടുന്ന ശബ്ദം കേട്ടു. ഹി ഹേർഡ് സ്ക്രാച്ചിങ് സൗണ്ട്. ഹി ഹേർഡ് സ്ക്രാച്ചിങ് സൗണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അലമാരയിൽ നിന്നാണ് ശബ്ദം വന്നത്.
അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചില്ലേ ഒരു സ്ക്രാച്ചിങ് സൗണ്ട് കേട്ടു എന്ന്. അപ്പം ആ സൗണ്ട് വന്നത് അലമാരയിൽ നിന്നാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്കറിയാം, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം അലമാര, അലമാരയ്ക്ക് നമുക്ക് ഇംഗ്ലീഷിൽ എന്തൊക്കെ പറയാം? നമുക്ക് അലമാരയിൽ നിന്ന് തന്നെ ഇംഗ്ലീഷിൽ പറയാം, പിന്നെ കബോർഡ് എന്ന് പറയാം, പിന്നെ നമുക്ക് വാർഡ്രോബ് എന്ന് പറയാം. അങ്ങനെ നമുക്ക് കുറേ വേർഡ്സ് ഉണ്ട് അലമാരയിലേക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പം അലമാരയിൽ നിന്നാണ് ശബ്ദം വന്നത്. അപ്പോൾ ശബ്ദത്തിന് നമുക്ക് സൗണ്ടെന്ന് പറയാം, നോയ്സ് എന്ന് പറയാം. പിന്നെ വരിക, വരിക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അലമാരയിൽ നിന്നാണ് ശബ്ദം വന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ നോയ്സ്. അപ്പം നോയ്സ് എന്ന് പറഞ്ഞാൽ ശബ്ദം, അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് എന്നും പറയാം. അപ്പം ദ നോയ്സ്, വരിക, വരിക എന്ന് വെച്ചാൽ കം. അപ്പം ഓൾറെഡി വന്നതെന്നാണ്. അപ്പം നമ്മൾ കമ്മിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയാണ് എഴുതുന്നത്. ദ നോയ്സ് കെയിം. അപ്പോൾ കമ്മിൻ്റെ പാസ്റ്റ് ഫോമാണ് കെയിം. ദ നോയ്സ് കെയിം. എവിടെ നിന്നാണ് വന്നത്? ദ നോയ്സ് കെയിം ഫ്രം ദ, നമ്മളിവിടെ എഴുതുന്നത് അലമാരയ്ക്ക് കബോർഡ് എന്നാണ് എഴുതാൻ പോകുന്നത്. സ്പെല്ലിംഗ് നോക്കിക്കോ, CUPBOARD, കബോർഡ്. ദ നോയ്സ് കെയിം ഫ്രം ദ കബോർഡ്. ദ നോയ്സ് കെയിം ഫ്രം ദ കബോർഡ്. അലമാരയിൽ നിന്നാണ് ശബ്ദം വന്നത്. ദ നോയ്സ് കെയിം ഫ്രം ദ കബോർഡ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റും വെർബൊക്കെ നമുക്ക് നോക്കാം. പിന്നെ നമ്മളിത് എങ്ങനെ എഴുതിയെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ എന്താ സബ്ജക്റ്റ്? ഇവിടെ എന്താ? ദ നോയ്സ്. ദ നോയ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഞാനിവിടെ സബ്ജക്റ്റ് എന്ന് എഴുതാം. പിന്നെ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നതാണ് കെയിം. കെയിം ആണ് വെർബ്. അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ എഴുതി നോക്കാം. നമ്മൾ ജസ്റ്റ് ഈ കെയിമിനെ നമ്മൾ എങ്ങനെയാണ് പ്രസൻറ്റ് ഫോമായ കം എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് ഫോം ആയിരുന്നു. ആ കമ്മിനെ നമ്മൾ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ എഴുതാൻ വേണ്ടിയിട്ട്, ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൽ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ കമ്മിനെ ഒരു പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതി. കെയിം, കം എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോം, കമ്മിൻ്റെ പാസ്റ്റ് ഫോം കെയിം ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? അലമാരയിൽ നിന്നാണ് ശബ്ദം കേട്ടത്. ദ നോയ്സ് കെയിം ഫ്രം ദ കബോർഡ്. ഫ്രം ദ കബോർഡ്, അവിടെ നിന്നാണെന്ന് ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഫ്രം നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം എങ്ങനെയാ? അലമാരയിൽ നിന്നാണ് ശബ്ദം വന്നത്. ദ നോയ്സ് കെയിം ഫ്രം ദ കബോർഡ്. ദ നോയ്സ് കെയിം ഫ്രം ദ കബോർഡ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ അലമാര പെതിയെ തുറന്നു. അപ്പോൾ തുറന്നു, അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാം? അവൻ അലമാര പെതിയെ തുറന്നു. അപ്പം അവൻ, ഹി. അലമാര എന്ന് വെച്ചാൽ നമുക്ക് അലമാരയിൽ നിന്ന് ഇംഗ്ലീഷിൽ പറയാം. കബോർഡ് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. പെതിയെ, സ്ലോലി. തുറക്കുക എന്ന് വെച്ചാൽ എന്താ? ഓപ്പൺ. അപ്പം എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. അവൻ, ഹി. അപ്പം തുറക്കുക, തുറക്കുക എന്ന് വെച്ചാൽ എന്താ? ഓപ്പൺ. ഇവിടെ തുറന്നു എന്നായതുകൊണ്ട് നമ്മൾ ഓപ്പണിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി, ഓപ്പൺഡ് എന്നാക്കി. നമ്മളിവിടെ ഇ ആഡ് ചെയ്ത്, ഓപ്പണിൻ്റെ കൂടെ ഇ ആഡ് ചെയ്തപ്പം പാസ്റ്റ് ഫോമായി, ഓപ്പൺഡ് എന്നായി. ഹി ഓപ്പൺഡ് ദ കബോർഡ് സ്ലോലി, പെതിയെ. അപ്പോൾ ഹി ഓപ്പൺഡ് ദ കബോർഡ് സ്ലോലി. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺഡ് ആണ് വെർബ്. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്? അതിവിടെ എഴുതാം, ബ്രാക്കറ്റിൽ എഴുതാം. നമ്മളിവിടെ ഒരു പ്രസൻറ്റ് ഫോമായ ഓപ്പണിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഓപ്പൺഡ്, ഇ ആഡ് ചെയ്തപ്പം പാസ്റ്റ് ഫോമായി, ഓപ്പൺഡ്. അപ്പോൾ ഓപ്പണിനെ കൺവേർട്ട് ചെയ്ത് ഓപ്പൺഡ് ആക്കി. അപ്പം വേറെ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്തിയിട്ടില്ല. അപ്പം ഈ ഒരു ചേഞ്ച് വെർബിനെ നമ്മൾ മാറ്റിയപ്പോഴേ ഈ ഒരു സെൻറ്റൻസ് സിമ്പിൾ പാസ്റ്റ് ഫോമിലോട്ടായി. അപ്പം എങ്ങനെയാണ്? അവൻ അലമാര പെതിയെ തുറന്നു. ഹി ഓപ്പൺ ദ കബോർഡ് സ്ലോലി. അപ്പോൾ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പറയണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും. അവൻ അലമാര പെതിയെ തുറന്നു. ഹി ഓപ്പൺ ദ കബോർഡ് സ്ലോലി. ഹി ഓപ്പൺ ദ കബോർഡ് സ്ലോലി. അപ്പോൾ നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. അലമാരയുടെ അകത്ത് ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. അപ്പം ഇത് നമുക്ക് കേട്ടപ്പോഴും മനസ്സിലായി, ഉണ്ടായിരുന്നു. അപ്പം ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അലമാരയുടെ അകത്ത്, അകത്തെന്ന് വെച്ചാൽ എന്താ? ഇൻസൈഡ്. ഒരു കണ്ണാടി, കണ്ണാടി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? മിറർ. അപ്പം ഒരു കണ്ണാടി എന്ന് പറയുമ്പോൾ നമുക്ക് എ മിറർ എന്ന് പറയാം. ഒരു എ. അപ്പോൾ ഒരു കണ്ണാടി, എ മിറർ. ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ, എന്ത് ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാമെന്ന് നോക്കാം.
അപ്പം അലമാരയുടെ അകത്തൊരു കണ്ണാടി ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? there നമ്മളിവിടെ എന്താ യൂസ് ചെയ്യാൻ വേണം? ഉണ്ടായിരുന്നു എന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? വാസ്. there was ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഉണ്ടായിരുന്നു എന്ന് ഉള്ള മീനിങ് വരാൻ വേണ്ടിയിട്ട്. there was a mirror. MIRROR ആണ് മിററിൻ്റെ സ്പെല്ലിങ്. അപ്പം there was a mirror എവിടെയാ? അലമാരയുടെ ഉള്ളിലാണ്. അപ്പോൾ ഉള്ളിൽ എന്ന് വെച്ചാലാണ് ഇൻസൈഡ് അല്ലെങ്കിൽ അകത്ത്. there was a mirror inside the cupboard. there was a mirror inside the cupboard. അപ്പോൾ എങ്ങനെയാ? അലമാരയുടെ അകത്ത് ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. there was a mirror inside the cupboard. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു നമ്മൾ വാസ് എഴുതി എന്താ? ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് വാസ് എഴുതിയെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ എങ്ങനെ വാസ്, ഈ വാസ് എന്ന് പറയുന്നത് എന്തിൻ്റെ പാസ്റ്റ് ഫോം ആണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ചിലവർക്ക് അറിയാം, ചിലർക്ക് അറിയാത്തവരുണ്ട്, അറിയുന്നവരുമുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ വാസ് എന്ന് പറഞ്ഞാൽ ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. ഈസ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോമാണ്. വാസ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോമാണ്. അപ്പം നമ്മൾ വാസ് യൂസ് ചെയ്തു. ഇവിടെ വേറെ നമ്മൾ ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. ഒരു പഴയ കാര്യം, കഴിഞ്ഞു പോയ കാര്യമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. നമ്മൾ വാസ് യൂസ് ചെയ്തപ്പോഴേ അതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആയി. കാര്യം ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. ഈസ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോമാണ്. ഇപ്പോൾ ഇവിടെ ഈസ് ആയിരുന്നെങ്കിൽ എങ്ങനെയാണ്? there is a mirror inside. അത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ കാര്യം ഇവിടെ ഈസ് യൂസ് ചെയ്ത് നമുക്ക് പറയാം. പക്ഷേ ഇത് പണ്ട് ഉണ്ടായിരുന്നു എന്ന് പറയാണ്. പണ്ടത്തെ കാര്യമല്ലേ പറഞ്ഞത്, കഴിഞ്ഞു പോയ കാര്യം. അപ്പോൾ നമ്മൾ ഈസിനെ കൺവേർട്ട് ചെയ്ത് വാസ് ആക്കിയിട്ടുണ്ട്. അപ്പം there was a mirror inside the cupboard. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് a mirror ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. എന്നോട് ചെറുതായിട്ട് എഴുതിയേക്കാം. ഇപ്പോൾ വെർബ് എന്ന് പറയുന്നതാണ് വാസ്. അപ്പം ഇപ്പോൾ ചിലവരെങ്കിലും വിചാരിക്കും നമ്മളിവിടെ വേറെന്താ നമ്മൾ സാധാരണ പറയത്തില്ലേ വാസ് ഓർ വേർ. നമ്മൾ വാസും വേറും അങ്ങനെ ചേർത്ത് പഠിക്കേണ്ടതൊക്കെ ഉണ്ടല്ലോ. അപ്പം ചിലവരൊക്കെ വിചാരിക്കും, ചിലർക്കെങ്കിലും ഡൗട്ട് കാണുമായിരിക്കും, ഇവിടെ എന്താ നമ്മൾ വാസിന് പകരം നമുക്ക് എന്താ വേറെ യൂസ് ചെയ്താലെന്ന്. അപ്പം അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഇവിടെ വേറെ യൂസ് ചെയ്യാൻ പറ്റാത്തത് ഇവിടെ എ മിററാണ്. വെച്ചാൽ മിറർ ഒന്നേ ഉള്ളൂ. ഇവിടെ മിറർ എന്ന് പറഞ്ഞാൽ ഒന്ന്, എ മിറർ, ഒരു മിറർ, ഒറ്റൊരു കണ്ണാടിയേ ഉള്ളൂ അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വേറെ യൂസ് ചെയ്യാത്തത്. ഇപ്പം നമുക്കിവിടെ വേറെ യൂസ് ചെയ്യാമായിരുന്നു. ഇവിടെ 2 മിറർ എന്നുണ്ടെങ്കിൽ there were 2 മിറർ. അപ്പം 2 മിറർ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേറെ യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒറ്റ മിററേ ഉള്ളൂ. എന്ന് ഉദ്ദേശിക്കുന്നത് ഒറ്റ മിറർ എന്നാണ്. അപ്പം പിന്നെ ഇവിടെ മിറേഴ്സ് ഇവിടെ എസും കൊണ്ടിട്ട് മിറേഴ്സ്, കണ്ണാടികൾ എന്നുണ്ടായിരുന്നെങ്കിൽ നമുക്കിവിടെ വേറെ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് അല്ലേ മിറർ. അപ്പോൾ ഇത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. പ്ലൂറൽ സബ്ജക്ട്സ് ആയിരുന്നെങ്കിൽ, പ്ലൂറൽ സബ്ജക്ട്സ് എന്ന് പറയുമ്പം കുറേ എണ്ണം, മിററിന് ഉള്ളത് മിറേഴ്സ്, അപ്പം കുറേ മിറേഴ്സ്, കണ്ണാടികൾ. അപ്പം അല്ലെങ്കിൽ 2 മിറേഴ്സ് അല്ലെങ്കിൽ 2 ബുക്സ് അങ്ങനെയുള്ള ആണെങ്കിൽ നമുക്കിവിടെ വേറെ യൂസ് ചെയ്ത് എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. അപ്പം ഇവിടെ ഇപ്പം ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ആകെ ചേഞ്ച് വരുത്തിയിരിക്കുന്ന ഈ ഒറ്റ കാര്യമുള്ള ഈസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വാസ് ആക്കി. ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്, വാസ് ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? അലമാരയുടെ അകത്ത് ഒരു കണ്ണാടി ഉണ്ടായിരുന്നു. there was a mirror inside the cupboard. there was a mirror inside the cupboard. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കണ്ണാടിയിലൂടെ അവൻ തന്നെ ഉറങ്ങുന്നതായി അവൻ കണ്ടു. കണ്ണാടിയിലൂടെ അവൻ തന്നെ ഉറങ്ങുന്നതായി അവൻ കണ്ടു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം കണ്ണാടി എന്ന് വെച്ചാൽ എന്താ? മിറർ. അവൻ ഹി. ഉറങ്ങുക സ്ലീപ്പ്. കാണുക എന്ന് വെച്ചാൽ എന്താ? സി. ഇപ്പോൾ ഇവിടെ കണ്ടു എന്നാണ്. അപ്പോൾ നമ്മൾ സിയുടെ പാസ്റ്റ് ഫോം ആക്കി നമ്മൾ എഴുതണം. കണ്ണാടിയിലൂടെ അവൻ തന്നെ ഉറങ്ങുന്നത് കണ്ടു നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ കണ്ണാടിയിലൂടെ, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? കണ്ണാടിയിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രൂ യൂസ് ചെയ്യണം. ത്രൂ അതിലൂടെ പോയി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ത്രൂ യൂസ് ചെയ്യാം. ത്രൂ ദ മിറർ, കണ്ണാടിയിലൂടെ. ത്രൂ ദ മിറർ അവൻ തന്നെ ഉറങ്ങുന്നതായി അവൻ കണ്ടു. അപ്പോൾ ഇവിടെ ഒരു കോമ ഇട്ടു. അവൻ തന്നെ ഉറങ്ങുന്നതായി അവൻ കണ്ടു. അപ്പം ഹീ. കാണുക എന്ന് വെച്ചാൽ എന്താ? സി. അപ്പം നമ്മൾ സിയുടെ പാസ്റ്റ് ഫോം ആണ് ഇവിടെ എഴുതാൻ പോകുന്നത്. സിയുടെ പാസ്റ്റ് ഫോം എന്താ? സ. സിക്ക് 3 ഫോംസ് ഉണ്ട്. സി, സ, സീൻ.
അപ്പോൾ ഞാനിവിടെ സെക്കൻഡ് ഫോമാണ് എഴുതിയിരിക്കുന്നത്. സാ എന്ന് പറയുന്നത് സെക്കൻഡ് ഫോമാണ്. അപ്പം ഞാൻ ഹീ സാ എന്താണ് കണ്ടത്? അവനെ തന്നെ ഉറങ്ങുന്നതായി കണ്ടത്. അവൻ തന്നെ ഉറങ്ങുന്നതായി അവൻ കണ്ടു. അപ്പോൾ ഹീ സാ ഹിംസെൽഫ് ഉറങ്ങുക എന്ന് വെച്ചാൽ സ്ലീപ്പ്. അപ്പം ഇവിടെ സ്ലീപ്പിൻ്റെ കൂടെ ഞാൻ ING യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. ഹീ സാ ഹിംസെൽഫ് സ്ലീപ്പിംഗ് വെച്ചാൽ ഇത് ഇപ്പോഴത്തെ ഒരു കാര്യമാണ്, ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് അവൻ കാണുക. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ലീപ്പിൻ്റെ കൂടെ ING യൂസ് ചെയ്തിട്ട് എഴുതിയത്. അപ്പം ത്രൂ ദ മിറർ ഹീ സാ ഹിംസെൽഫ് സ്ലീപ്പിംഗ്. ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഹീ ആണ്. ഇവിടുത്തെ സബ്ജക്റ്റ് സാ എന്ന് പറയുന്നതാണ് വെർബ്. അപ്പം നമുക്കിനി പഠിക്കാം. ഈ സായുടെ ഫോംസ് ഞാൻ പറഞ്ഞു 3 ഫോംസ് ഉണ്ടെന്ന്. സായുടെ സിക്ക് 3 ഫോംസ് ഉണ്ട്. ഈ സാ എന്ന് പറയുന്നത് സെക്കൻഡ് ഫോമാണ്. സാ സി. അപ്പം ഇവിടെ ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. സി സാ സി. അപ്പം നമ്മൾ ഇതിൽ സെക്കൻഡ് ഫോമാണ് നമ്മൾ എഴുതിയേക്കുന്നത്. ത്രൂ ദ മിറർ ഹീ സാ ഹിംസെൽഫ് സ്ലീപ്പിംഗ്. അപ്പം നമുക്ക് സായാൻ ഇവിടെ എഴുതാൻ പറ്റുള്ളൂ, കാരണം ഹീ സീൻ ഹിംസെൽഫ് സ്ലീപ്പിംഗ് നമ്മൾ എഴുതില്ല. അപ്പോൾ സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. ത്രൂ ദ മിറർ ഹീ സാ ഹിംസെൽഫ് സ്ലീപ്പിംഗ്. അപ്പം നമുക്ക് മനസ്സിലായി ഇവിടെ സബ്ജക്റ്റ് ഹീ ആണ്, സോ എന്ന് പറയുന്ന വെർബാണ്. അപ്പം നമ്മൾ ഓർത്തിരിക്കുക ഇവിടെ നമ്മൾ ഒരു പ്രസൻറ്റ് ഫോമായ സിയെ നമ്മൾ എന്താ ചെയ്ത് ഇവിടെ എഴുതാം. അപ്പോൾ മനസ്സിലാകും. ഒരു പ്രസൻറ്റ് ഫോമായ സിയെ നമ്മൾ കൺവേർട്ട് ചെയ്ത് സായാക്കി മാറ്റിയിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതാൻ പറ്റിയത്. അപ്പം ഇങ്ങനെയാ, കണ്ണാടിയിലൂടെ അവൻ തന്നെ ഉറങ്ങുന്നതായി അവൻ കണ്ടു. അപ്പം കണ്ണാടിയിലൂടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആ വഴിയിലൂടെ പോയി, ഞാൻ കാട്ടിലൂടെ പോയി. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് ത്രൂ യൂസ് ചെയ്തിട്ട് എഴുതാം. ത്രൂ. അപ്പോൾ ഇവിടെ കണ്ണാടിയിലൂടെ നമ്മൾ ത്രൂ ദ മിറർ ഹീ സാ ഹിംസെൽഫ് സ്ലീപ്പിംഗ്. അപ്പം ത്രൂ ദ മിറർ ഹീ സാ ഹിംസെൽഫ് സ്ലീപ്പിംഗ്. കണ്ണാടിയിലൂടെ അവൻ തന്നെ ഉറങ്ങുന്നതായി അവൻ കണ്ടു. ത്രൂ ദ മിറർ ഹീ സാ ഹിംസെൽഫ് സ്ലീപ്പിംഗ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ബെഡിലേക്ക് നോക്കി, പക്ഷെ അവിടെ ആരും തന്നെ ഇല്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം അവൻ എന്ന് വെച്ചാൽ എന്താ? ഹീ. പെട്ടെന്ന് പറഞ്ഞാൽ സഡൻലി, അല്ലെങ്കിൽ നമുക്ക് ക്വിക്ക്ലി എന്ന് പറയാം. തിരിയുക എന്ന് വെച്ചാൽ എന്താ? ടേൺ ബാക്ക് നമ്മൾ പറയത്തില്ലേ, ടേൺ ബാക്ക്. എങ്ങോട്ട് നോക്കിയാൽ? ബെഡിലേക്ക് നോക്കുക എന്ന് വെച്ചാൽ എന്താ? ലുക്ക്. പക്ഷേക്ക് നമ്മൾ എന്ന് പറയാം. പക്ഷേ അവിടെ ആരും തന്നെ ഇല്ല. അപ്പോൾ ആരും ഇല്ല നമ്മൾ എങ്ങനെ പറയണേ? നോ വൺ ഡെയർ. അപ്പം അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ബെഡിലേക്ക് നോക്കി, പക്ഷെ അവിടെ ആരും തന്നെ ഇല്ല. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഹി ടേൺഡ്. നമ്മളെന്ന് പറയാം തിരിഞ്ഞു. അപ്പം നമ്മൾ പറയും ടേൺ ബാക്ക് എന്ന്. അപ്പം ഇവിടെ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് നമ്മൾ ടേണിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതുന്നത്. TURN ആണ് ടേൺ, പ്രസൻറ്റ് ഫോം. അപ്പം നമ്മൾ ED യൂസ് ചെയ്തിട്ട് അതിനെ പാസ്റ്റ് ഫോം ആക്കി. ഹി ടേൺഡ് ബാക്ക്. പെട്ടെന്ന് നമുക്ക് ക്വിക്ക്ലി പറയാം, സഡൻലി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഞാൻ ക്വിക്ക്ലി ആണ് എഴുതാൻ പോകുന്നത്. ഹി ടേൺഡ് ബാക്ക് ക്വിക്ക്ലി. എന്നിട്ട് എന്താ നോക്കി അവൻ ബെഡിലോട്ട്. ആൻഡ് ലുക്ക് എന്ന് വെച്ചാൽ എന്താ? നോക്കുക. പക്ഷേ ഇവിടെ നമ്മൾ ലുക്കിനെയും പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. ലുക്കിനെ നമ്മൾ ED യൂസ് ചെയ്തിട്ട് ലുക്ക്ഡ് ആക്കി. കാര്യം ഇതെല്ലാം കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പോൾ ലുക്ക്ഡ്. ഹി ലുക്ക്ഡ് അറ്റ് ദ ബെഡ്. അപ്പം ബെഡിലോട്ട് നോക്കി. ഹി ലുക്ക്ഡ് അറ്റ് ദ ബെഡ്. ബട്ട് there was no one there. അവിടെ ആരും തന്നെ ഇല്ല. ബട്ട് there was no one there. അപ്പം അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ബെഡിലേക്ക് നോക്കി, പക്ഷെ അവിടെ ആരും തന്നെ ഇല്ല. ഹി ടേൺഡ് ബാക്ക് ക്വിക്ക്ലി ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ബെഡ്, ബട്ട് there was no one there. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയിട്ടാണ് ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൽ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമ്മൾ എഴുതിയത്? ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടേണിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി, ടേൺഡ് ആക്കിയിട്ടാണ് ഇവിടെ നമുക്ക് ഈ സെൻറ്റൻസ് ഇവിടെ 2 സെൻറ്റൻസ് കാണാൻ പറ്റും. ഹി ടേൺഡ് ബാക്ക് ക്വിക്ക്ലി ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ബെഡ്. അപ്പം ഇവിടെ
ടേൺ എന്ന് പറയുന്നത് നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ടേൺഡ് ആക്കിയിട്ട് എഴുതി. പിന്നെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയ ലുക്കിനെ നമ്മൾ ലുക്ഡ് ആക്കി. ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമായ ലുക്കിനെ നമ്മൾ ലുക്ഡ് ആക്കി പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് ഇവിടെ ഇങ്ങനെ എഴുതി ആൻഡ് ലുക്ഡ് അറ്റ് ദ ബെഡ്. ഹി ടേൺ ബാക്ക് ക്വിക്ക്ലി ആൻഡ് ലുക്ഡ് അറ്റ് ദ ബെഡ്. അപ്പം പിന്നെന്താ ബട്ട് ദെയർ വാസ് നോ വൺ. അവിടെ ആരും ഇല്ലായിരുന്നു. ബട്ട് ദെയർ വാസ് നോ വൺ ദെയർ. അവിടെ ആരും തന്നെ ഇല്ല. അപ്പം എങ്ങനെ നമ്മൾ എഴുതിയെന്ന് മനസ്സിലായി കാണും. അപ്പോൾ പിന്നെ നമ്മൾ ഒന്നും കൂടെ പറയാം, എൻ്റെ കൂടെ നിങ്ങളും പറഞ്ഞു. അപ്പോൾ നമുക്ക് നല്ലപോലെ മനസ്സിലാവുകയും ചെയ്യും, പറയാനും പറ്റും. ഹി ടേൺ ബാക്ക് ക്വിക്ക്ലി ആൻഡ് ലുക്ഡ് അറ്റ് ദ ബെഡ് ബട്ട് ദെയർ വാസ് നോ വൺ ദെയർ. ഹി ടേൺ ബാക്ക് ക്വിക്ക്ലി ആൻഡ് ലുക്ഡ് അറ്റ് ദ ബെഡ് ബട്ട് ദെയർ വാസ് നോ വൺ ദെയർ. അവൻ പെട്ടെന്ന് തിരിഞ്ഞ് ബെഡിലേക്ക് നോക്കി, പക്ഷേ അവിടെ ആരും തന്നെ ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് വരുത്തി ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. നമ്മൾ ടേൺ ഒരു പ്രസൻറ്റ് ഫോമായ ടേണിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് TURNED എഴുതി. ഇത് പാസ്റ്റ് ഫോമാണ്. ടേൺ പ്രസൻറ്റ് ഫോം, ടേൺഡ് പാസ്റ്റ് ഫോം. പിന്നെ നമ്മൾ എന്താ എഴുതിയത്? പിന്നെ ലുക്ക്. നമ്മളിവിടെ ലുക്ക് ഇവിടെ ഞാൻ ജസ്റ്റ് അണ്ടർലൈൻ ചെയ്തേക്കാം. ഇതും ഇവിടെ ചേഞ്ച് വരുത്തിയ വേർഡ്സാണ് ഇത് രണ്ടും. പിന്നെ ലുക്കിനെ ഇത് ഓയാണ്. ലുക്കിനെയും കൺവേർട്ട് ചെയ്ത് ED യൂസ് ചെയ്ത് ലുക്ഡ് ആക്കി ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി ലുക്ഡ്. അപ്പം ഈ ഒരു രണ്ട് വേർഡ്സ് നമ്മളിവിടെ ചേഞ്ച് ചെയ്തു. പിന്നെ അത് കൂടാതെ അത് മാത്രമല്ല, ദെയർ വാസ് നോ വൺ ദെയർ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഈസിൻ്റെ പാസ്റ്റ് ഫോമായ വാസ്. അപ്പം ഇവിടെ ഈസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വാസ് ആക്കി. ഈസ് എന്ന് പറയുന്നത് ഒരു പ്രസൻറ്റ് ഫോമാണ്, വാസ് എന്ന് പറയുന്നത് ഒരു പാസ്റ്റ് ഫോമാണ്. അപ്പം നമ്മൾ ഈ 3 ചേഞ്ചസാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസിൽ നമ്മൾ എഴുതിയത്. അപ്പം ടേൺഡ് ആക്കി, ലുക്കിനെ നമ്മൾ ലുക്ഡ് ആക്കി, ഈസ് എന്ന പ്രസൻറ്റ് ഫോമിനെ നമ്മൾ വാസ് ആക്കി. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞു. നമുക്കിനി അടുത്ത പോയിന്റ് പഠിക്കാം. പെട്ടെന്ന് ലൈറ്റുകൾ അണഞ്ഞു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇത് അണഞ്ഞു എന്ന് കേൾക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് എഴുതാൻ നോക്കാം. പെട്ടെന്ന് നമുക്ക് ക്വിക്ക്ലി എന്ന് പറയാം, സഡൻലി എന്ന് പറയാം. അപ്പോൾ ലൈറ്റുകൾ, അപ്പം കുറേ ലൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതൊരു പ്ലൂറൽ വേർഡാണ്, ലൈറ്റുകൾ. അപ്പം നമുക്ക് ലൈറ്റ്സ് എഴുതാം. LIGHTയുടെ കൂടെ നമ്മളൊരു S ആഡ് ചെയ്തു, ലൈറ്റ്സ്. പിന്നെ അണയുക, ഇവിടെ അണഞ്ഞു എന്നാണ്. അപ്പോൾ അണഞ്ഞു എന്നുള്ളത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വെൻറ്റ് ഓഫ്. അപ്പം സഡൻലി ദ ലൈറ്റ്സ് വെൻറ്റ് ഓഫ്. കാര്യം ഇവിടെ എന്താ വെൻറ്റ് യൂസ് ചെയ്ത്? കാര്യം ഈ ഒരു സെൻറ്റൻസേ പാസ്റ്റ് ഫോമിലാണ്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് വെൻറ്റ് യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? പെട്ടെന്ന് ലൈറ്റുകൾ അടഞ്ഞു. സഡൻലി ദ ലൈറ്റ്സ് വെൻറ്റ് ഓഫ്. അപ്പോൾ ഇവിടെ വെൻറ്റ് യൂസ് ചെയ്യാൻ കാരണം എന്താ? കാര്യം ഗോയുടെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ്. നമുക്ക് ഗോ ഓഫ് എന്ന് എഴുതാം. പ്രസൻറ്റ് ഫോം ആണെങ്കിൽ നമുക്ക് ദ ലൈറ്റ്സ് ഗോ ഓഫ് നമുക്ക് എഴുതാം. പക്ഷേ ഇത് ഒരു പാസ്റ്റ് ഫോം ആയതുകൊണ്ടാണ് ഇവിടെ വെൻറ്റ് യൂസ് ചെയ്തത്. സഡൻലി ദ ലൈറ്റ്സ് വെൻറ്റ് ഓഫ്. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ്. അപ്പം വെൻറ്റ് ഓഫ് നമുക്ക് എഴുതാം. അപ്പം നിങ്ങൾക്ക് ക്ലിയർലി കാണാം, വെൻറ്റ് ഓഫ്. സഡൻലി ദ ലൈറ്റ്സ് വെൻറ്റ് ഓഫ്. അപ്പോൾ ഈ വെൻറ്റ് എന്നത് എന്തിൻ്റെ പാസ്റ്റ് ഫോമോ? ഗോയുടെ പാസ്റ്റ് ഫോമാണ് വെൻറ്റ്. അപ്പോൾ നമ്മൾ വെൻറ്റ് ഓഫ് എഴുതി. കാര്യം ഈ സെൻറ്റൻസിൽ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിൽ. അപ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്. ഗോ ഓഫിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് വെൻറ്റ് ഓഫ് എന്ന് എഴുതി. സഡൻലി ദ ലൈറ്റ്സ് വെൻറ്റ് ഓഫ്. കാര്യം ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്, കഴിഞ്ഞു പോയ കാര്യം ആയതുകൊണ്ട്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ലൈറ്റ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വെൻറ്റ് ഓഫ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പം പെട്ടെന്ന് ലൈറ്റുകൾ അണഞ്ഞു. സഡൻലി ദ ലൈറ്റ്സ് വെൻറ്റ് ഓഫ്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ആരോ അവൻ്റെ പേര് പെട്ടെന്ന് വിളിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. വിളിച്ചു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പം ആരോ എന്ന് വെച്ചാൽ എന്താ? സംവൺ. അവൻ്റെ പേര്, അപ്പം ഹീസ് നെയിം. അവൻ്റെ പേര് നമുക്ക് ഹീസ് നെയിം എന്ന് പറയാം. പെട്ടെന്ന് പറഞ്ഞാൽ ക്വിക്ക്ലി, സഡൻലി എന്നൊക്കെ നമുക്ക് പറയാം. വിളിക്കുക എന്ന് വെച്ചാൽ എന്താ? കോൾ. ഇവിടെ വിളിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ കോളിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതണം. ആരോ അവൻ്റെ പേര് പെട്ടെന്ന് വിളിച്ചു. നമുക്ക് എങ്ങനെ എഴുതാം? സംവൺ എന്ന് വെച്ചാൽ ആരോ. സംവൺ സഡൻലി എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന്. സംവൺ സഡൻലി. അപ്പം വിളിക്കുക എന്ന് വെച്ചാൽ എന്താ? കോൾ. അപ്പം നമ്മൾ ഈ കോളിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കാൻ പോവാണ്.
ഇ ഡി ആഡ് ചെയ്തിട്ട് പാസ്റ്റ് ഫോമായി കോൾഡായി. കോൾഡ്. അവൻ്റെ പേര് ഹിസ് നെയിം. ആരോ അവൻ്റെ പേര് പെട്ടെന്ന് വിളിച്ചു. സമ്മൺ സഡൻലി കോൾഡ് ഹിസ് നെയിം. സമ്മൺ സഡൻലി കോൾഡ് ഹിസ് നെയിം. ആരോ അവൻ്റെ പേര് പെട്ടെന്ന് വിളിച്ചു. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റും വെർബൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് സംവൺ. ഞാനിവിടെ എഴുതാം, അണ്ടർലൈൻ ചെയ്ത്. സബ്ജക്റ്റാണ് സംവൺ. അപ്പോൾ വെർബ് എന്ന് വെച്ചാൽ എന്താ? വിളിക്കുക, വിളിക്കുക, വിളിച്ചു. കോൾഡാണ് വെർബ്. കോൾഡാണ് വെർബ്. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയിട്ടാണ് എഴുതിയത്? അത് നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ കോൾഡിനെ ബ്രാക്കറ്റിൽ എഴുതാം. കോൾ എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി, കോൾഡ് എന്നാക്കി. അപ്പം എന്നിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതി. ആരോ അവൻ്റെ പേര് പെട്ടെന്ന് വിളിച്ചു. അപ്പം പെട്ടെന്ന് വിളിച്ചു എന്നുള്ളതിനെ ആണ് നമ്മൾ കോൾഡ് എന്ന് എഴുതുന്നത്. വിളിക്കുക എന്ന് വെച്ചാൽ കോൾ. അപ്പോൾ കോളിനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്ത് കോൾഡാക്കി ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എഴുതാൻ പറ്റി. അപ്പം നമുക്കൊന്നും കൂടെ പറഞ്ഞു നോക്കാം. ആരോ അവൻ്റെ പേര് പെട്ടെന്ന് വിളിച്ചു. സമ്മൺ സഡൻലി കോൾഡ് ഹിസ് നെയിം. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ പറയണം. സമ്മൺ സഡൻലി കോൾഡ് ഹിസ് നെയിം. അപ്പം എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ആരോ അവൻ്റെ പേര് പെട്ടെന്ന് വിളിച്ചു. സമ്മൺ സഡൻലി കോൾഡ് ഹിസ് നെയിം. അപ്പം നമ്മുടെ ഈ ഇന്നത്തെ ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു, ചെറിയൊരു കഥയായിരുന്നു. അത് കഴിഞ്ഞു. കുറച്ച് പോയിൻറ്റ്സ് ഉള്ള ചെറിയൊരു കഥ. അപ്പം നിങ്ങൾക്ക് ഇതിൽ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോരോ വേർഡ്സിൻ്റെ മീനിങ് ഞാൻ മാക്സിമം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം പറയാത്തതുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചേക്ക്, ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ബൈ.